നമസ്കാരം, എല്ലാവർക്കും പാചക കലവറയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി തലശ്ശേരി ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മളുടെ സബ്സ്ക്രൈബറായിട്ടുള്ള റിജേഷും സജസ്റ്റ് ചെയ്ത ഒരു റെസിപ്പിയാണ്. ചേട്ടാ, താങ്ക് യു ഫോർ യുവർ സജഷൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് കുറച്ച് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് കുറച്ച് എണ്ണ ഒന്ന് ചൂടാവാൻ വെക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് സവാള ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള അവിടെ ഒന്ന് ഫ്രൈ ആവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സവാള ഒന്ന് ചേർത്ത് വഴറ്റി കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ച് സവാള ഏകദേശം റെഡി ആവുന്നുണ്ട്. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം. കാരണം ഇത് കോരി മാറ്റി വെച്ചാലും വീണ്ടും അതിൻ്റെ കളറ് കൂടും. അതുകൊണ്ട് കുറച്ചൊന്ന് ബ്രൗൺ ആകുമ്പോൾ തന്നെ നമുക്കൊന്ന് മാറ്റാം. അപ്പോൾ ഇത് കറക്റ്റ് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് പച്ചമുളക് പേസ്റ്റും ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 50 ഗ്രാം ഇഞ്ചിയും ഒരു 30 അല്ലി വെളുത്തുള്ളിയും 15 പച്ചമുളകും പേസ്റ്റ് ആക്കിയതാണ് ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസൊക്കെ ഒന്ന് ചേർക്കാം. ഞാൻ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അളവിലാണ് ബാക്കിയുള്ള എല്ലാ ചേരുവകളും എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചിക്കൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ചേരുവകളുടെ അളവും അതിനനുസരിച്ച് കൂട്ടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ ചിക്കനും നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മുഴുവനായിട്ട് എടുക്കണ്ട കേട്ടോ, കുറച്ച് ബാക്കി വെക്കണം. നമുക്കിത് ദമ്മ് റെഡിയാക്കുമ്പോൾ കുറച്ച് അതിലിടാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കൊരു 3 തക്കാളി ചേർത്ത് കൊടുക്കാം.
അതിനുശേഷം ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ പകുതി ചെറുനാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് തുറന്ന് വെച്ച് വേവിക്കാം. അതായത് വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇതാണ് കേട്ടോ ഈ ബിരിയാണിയിലെ ഒരു സീക്രട്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് പൊടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഇതിലേക്ക് ഇടണ്ട, ഇതും നമുക്ക് ദമ്മ് റെഡിയാക്കുമ്പോൾ ആവശ്യമുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ജാതിപത്രി ചേർത്ത് കൊടുക്കാം. ഒരു 5 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഒരു 5-6 കഷ്ണം പട്ടയും 4 ഏലക്കയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾ അരിൻ്റെ അളവ് ഗ്ലാസ്സിലാണ് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ വെള്ളം എടുക്കണം. ഞാനിപ്പോൾ നോക്കിയപ്പോൾ 5 ഗ്ലാസ് അരിയുണ്ട്. അപ്പോൾ ഞാൻ 10 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. നിങ്ങൾ അരിൻ്റെ കണക്കനുസരിച്ചിട്ട് അതിൻ്റെ ഡബിൾ വെള്ളം എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ വെള്ളത്തിൽ ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് മുന്നിട്ട് നിൽക്കണം, എന്നാലേ അരി വെന്ത് വരുമ്പം കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാൻ അരി സോക്ക് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് കഴുകി എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട്. ഇനി നമുക്കൊരു പകുതി ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം റെഡിയാക്കാം. ആദ്യം ചിക്കൻ വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് നമുക്ക് പകുതി റൈസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മേലെ കുറച്ച് മഞ്ഞൾ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ വെള്ളം എന്ന് പറയുമ്പം സാധാരണ പച്ചവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളമാണ്. നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതിൽ മഞ്ഞൾ ഇട്ടാലും മതി.
അതിൻ്റെ മേലേക്ക് നമുക്ക് ബാക്കിയുള്ള റൈസ് കൂടി ചേർത്ത് കൊടുക്കാം. റൈസ് വെച്ചതിന് ശേഷം നേരത്തെ ചെയ്തതന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ആദ്യം കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾ വെള്ളവും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ദമ്മ് ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഇനി കുറച്ച് മൈദാമാവ് വെച്ചിട്ട് ഒന്ന് സീൽ ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് സീൽ ചെയ്താലും മതി. ഇതൊന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് കനൽ അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഒരു 10 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ദമ്മ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ദമ്മൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇതാ നല്ല ആവി പറക്കുന്ന നല്ല തലശ്ശേരി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.